ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 18ാം അധ്യായമായ മോക്ഷസന്യാസ യോഗത്തിലെ 6 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇനി നമുക്ക് 7ാമത്തെ ശ്ലോകം നോക്കാം. നിയതസ്യ തു സന്യാസാ കർമ്മണോ നോപപദ്യതേ മോഹാത്തസ്യ പരിത്യാഗാ താമസാ പരികീർത്തിതാ. നിയതസ്യ, നിയതമായ, വിധിക്കപ്പെട്ടിട്ടുള്ള, അതായത് അവനവന് വിധിച്ചിട്ടുള്ള, അവനവൻ്റെ കർത്തവ്യമായ എന്നൊക്കെ അർത്ഥം. കർമ്മണഃ, കർമ്മത്തിൻ്റെ, സന്യാസ തു, ഉപേക്ഷിക്കൽ, വർജിക്കൽ, ന ഉപപദ്യതേ, ചെയ്യരുതാത്തതാണ്, അഥവാ അത് യുക്തിക്ക് ചേരുന്നതല്ല. മോഹാത്, കഥയില്ലായ്മ കൊണ്ടുള്ള അഥവാ അജ്ഞാനം കൊണ്ടുള്ള, തസ്യ, അതിൻ്റെ, പരിത്യാഗ, പരിത്യജിക്കൽ അഥവാ ഉപേക്ഷിക്കൽ, താമസഃ, താമസികമായി, പരികീർത്തിത, പരിഗണിക്കപ്പെടും. അവനവന് വിധിച്ചിട്ടുള്ള അഥവാ അവനവൻ്റെ കർത്തവ്യമായ കർമ്മത്തിൻ്റെ ഉപേക്ഷിക്കൽ അഥവാ അവനവൻ്റെ കർത്തവ്യത്തിൽ നിന്നുള്ള വിട്ടുനിൽക്കൽ യുക്തിക്ക് ചേരുന്നതല്ല. കഥയില്ലായ്മ കൊണ്ടും അജ്ഞാനം കൊണ്ടുമുള്ള അത്തരത്തിലുള്ള പരിത്യജിക്കൽ താമസികമായി പരിഗണിക്കപ്പെടും. ഇതാണ് ഭഗവാൻ പറയുന്നത്. അവനവന് വിധിക്കപ്പെട്ടിട്ടുള്ള നിയതമായ കർമ്മങ്ങളുണ്ട് ഓരോ മനുഷ്യനും. ആ കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നത് സന്യാസം എന്ന് പറയാൻ പറ്റില്ല. അത് കർത്തവ്യങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. അപ്രകാരം ചെയ്യുന്നുവെങ്കിൽ അത് താമസിക സന്യാസമായി ഗണിക്കപ്പെടും. താമസിക സ്വഭാവത്തിലുള്ള സന്യാസം എന്നതിനെ വിളിക്കേണ്ടി വരും. അത് യഥാർത്ഥ സന്യാസമല്ല. അതായത് സന്യാസം, ത്യാഗം, ഇവയ്ക്കും സാത്വികം, രാജസികം, താമസികം എന്നീ ഭേദങ്ങളുണ്ട്. ഒരു സാധകനെ സംബന്ധിച്ച്, ഒരു ആത്മാന്വേഷിയെ സംബന്ധിച്ച് ഭൗതിക ലാഭം പ്രദാനം ചെയ്യുന്ന കർമ്മങ്ങൾ അഥവാ സ്വാർത്ഥപരമായ കർമ്മങ്ങൾ ഉപേക്ഷിക്കേണ്ടവയാണ്. ആരെ സംബന്ധിച്ച്? ഒരു സാധകനെ സംബന്ധിച്ച്. കാരണം അത് ബന്ധഹേതുകമാണ്. അത് മനസ്സിലാക്കി അത്തരം സ്വാർത്ഥപരമായ കർമ്മങ്ങളെ വർജിക്കലാണ് സാത്വികമായ ത്യജിക്കൽ. സാധകനെ സംബന്ധിച്ച് സാത്വികമായ ത്യജിക്കൽ ഈ പറഞ്ഞതാണ്, അഥവാ സാത്വികമായ സന്യാസം. കാമ്യകർമ്മങ്ങൾ മൂലമുണ്ടാകുന്ന ലാഭനഷ്ടങ്ങളിൽ താൽപ്പര്യമില്ലാത്തതിനാൽ, കാമ്യകർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ, അതുമൂലമുണ്ടാകുന്ന ലാഭനഷ്ടങ്ങളിൽ താൽപ്പര്യമില്ലാത്തതിനാൽ അത്തരം കർമ്മങ്ങൾ കൈവിടുന്നത് സാത്വിക സന്യാസമാണ്. അല്ലാതെ ഒരു ഒളിച്ചോട്ടം പോലെ തൻ്റെ കർത്തവ്യത്തിൽ നിന്ന് ഒളിച്ചോടുന്ന രീതിയിലുള്ള ആ സന്യാസം, കർമ്മങ്ങൾ ഉപേക്ഷിക്കൽ, അത് സാത്വികമായ സന്യാസമല്ല. അതേസമയം ഈ കാമ്യകർമ്മങ്ങൾ മൂലമുണ്ടാകുന്ന ലാഭനഷ്ടങ്ങളിൽ താൽപ്പര്യമില്ലാത്തതിനാൽ അത്തരം കർമ്മങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് സാത്വികമായ സന്യാസമാണ്. തൻ്റെ പ്രവൃത്തി കൊണ്ട് മറ്റൊരാൾക്ക് കൂടി എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമെന്ന് കണ്ട് ആ പ്രവൃത്തിയിൽ നിന്നും ഒരുവൻ വിട്ടുനിൽക്കുന്നത് രാജസികമായ കർമ്മത്യാഗമാണ് അഥവാ സന്യാസമാണ്. അതായത് തൻ്റെ പ്രവൃത്തി കൊണ്ട് മറ്റൊരാൾക്ക് കൂടി എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകും എന്ന് കണ്ട് അയാൾ ആ പ്രവൃത്തിയിൽ നിന്നും വിട്ടു നിൽക്കുക.
അപ്പോൾ അതെന്താ, അത് സാത്വികമാണോ? ഒരിക്കലുമല്ല. അത് രാജസികമായ കർമ്മത്യാഗമാണ്. അത് രാജസികമായ സന്യാസമാണ്. സന്യാസം എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കൽ എന്നർത്ഥം. അപ്പോൾ അത് രാജസികമാണ്. ആദ്യം പറഞ്ഞത് സാത്വികമാണ്. ഇനി തനിക്ക് വിധിക്കപ്പെട്ട കർത്തവ്യങ്ങൾ, അതായത് നിയതമായ കർമ്മങ്ങൾ അലസത കൊണ്ടും കഴിവുകേട് കൊണ്ടും അജ്ഞത കൊണ്ടും ചെയ്യാതെ ഇരിക്കുന്നത്, അതും ഒരുതരം കർമ്മത്യാഗമാണല്ലോ, കർമ്മം ചെയ്യാതിരിക്കലാണല്ലോ. അത് താമസികമായ കർമ്മത്യാഗമാണ് എന്ന് പറയണം. കർമ്മത്യാഗത്തിനാണല്ലോ സന്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് താമസികമായ സന്യാസമാണ്, താമസികമായ കർമ്മത്യാഗമാണ്, ഇത്തരത്തിൽ കർമ്മത്തിൽ നിന്നും വിട്ടു നിൽക്കുന്നത്. ഇതാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ സന്യാസം, ത്യാഗം, ഇവയ്ക്കും ഈ സാത്വികം, രാജസികം, താമസികം എന്നീ ഭാവങ്ങളുണ്ട് എന്ന് ഭഗവാൻ പറയുന്നു. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.